ഹായ് ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇന്നത്തെ റീഡിങ്ങിൽ നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് നിങ്ങളെ ബ്ലോക്ക് ചെയ്ത് പോയിട്ടുള്ള നിങ്ങളുടെ പേഴ്സൺ ബ്ലോക്ക് മാറ്റി നിങ്ങളിലേക്ക് തിരികെ വരുമോ എന്നുള്ളൊരു കാര്യമാണ്. അപ്പോൾ അത് എപ്പോഴായിരിക്കും അവർക്ക് ആ ഒരു ബ്ലോക്ക് മാറ്റാനായിട്ട് തോന്നുന്നത്, എത്ര നാൾക്കുള്ളിൽ അത് നടക്കും എന്നൊക്കെയുള്ള കാര്യങ്ങളാണ് നമ്മൾ നോക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് ആദ്യമായിട്ടാണ് ഈ ഒരു ചാനൽ കാണുന്നതെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്തതിന് ശേഷം തുടർന്ന് വീഡിയോ കാണാനായിട്ട് ശ്രമിക്കാം. അതുപോലെ തന്നെ ഇതൊരു ജനറൽ റീഡിംഗ് ആണ്, ടൈംലെസ് ആണ്, ജനറൽലെസ് ആണ്. എപ്പോഴാണോ നിങ്ങൾ ഈ ഒരു വീഡിയോ കാണുന്നത് ആ ഒരു സമയം മുതൽ നിങ്ങൾക്ക് ഇത് റെസിനേറ്റ് ആയി തുടങ്ങുന്നതായിരിക്കും. ഇതിൽ വരുന്ന ക്ലൂസ്, സിറ്റുവേഷൻസ്, എനർജീസ് ഇതെല്ലാം നിങ്ങളുമായിട്ട് റെസിനേറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ ഇതൊരു ഗൈഡൻസ് മെസ്സേജ് മാത്രമായിട്ട് എടുക്കുക. ഇനി റെസിനേറ്റ് ചെയ്യുന്നില്ല എങ്കിൽ വിട്ടേക്കുക. ഫോഴ്സ്ഫുള്ളി ആരും റെസിനേറ്റ് ചെയ്യാനായിട്ട് നിൽക്കരുത്. പോസിറ്റീവായിട്ട് തിങ്ക് ചെയ്യുക. നല്ലൊരു റീഡിങ് കിട്ടാനായിട്ട് പ്രാർത്ഥിക്കുക. ഓക്കെ, നിങ്ങളുടെ പേഴ്സൺ, നിങ്ങളെ ബ്ലോക്ക് ചെയ്ത് പോയിട്ടുള്ള ആ ഒരു പേഴ്സൺ ബ്ലോക്ക് മാറ്റി നിങ്ങളിലേക്ക് വരുമോ എന്നുള്ളൊരു കാര്യമാണ് നമ്മളോട് നോക്കുന്നത്. നിങ്ങളെ ബ്ലോക്ക് ചെയ്ത് പോയിട്ടുള്ള ആ ഒരു പേഴ്സൺ ബ്ലോക്ക് മാറ്റി നിങ്ങളിലേക്ക് വരുമോ എന്നുള്ളൊരു കാര്യമാണ് നമ്മൾ നോക്കുന്നത്. ഓക്കെ, കിങ് ഓഫ് പെന്റക്കിൾസ് ആണ് നമുക്കിവിടെ ഫസ്റ്റ് കിട്ടിയിട്ടുള്ളത്. ക്യൂൻ ഓഫ് വാൻസ്, പേജ് ഓഫ് സോർഡ്സ്, സെവൻ ഓഫ് സോർഡ്സ്, കിങ് ഓഫ് കപ്സ്, ത്രീ ഓഫ് സോർഡ്സ്, പേജ് ഓഫ് പെന്റക്കിൾസ്, നയൻ ഓഫ് പെന്റക്കിൾസ്, nine of wands, five of swords, strength card, ace of wands. അപ്പോൾ ഇത്രയും കാർഡ്സ് ആണ് നമുക്കിവിടെ കിട്ടിയിട്ടുള്ളത്. നമുക്ക് മാസ്റ്റർ കാർഡ് നോക്കാം. അപ്പോൾ ഇവിടെ നമുക്ക് മാസ്റ്റർ കാർഡ് കിട്ടിയിട്ടുള്ളത് 10 ഓഫ് വാൻഡ്സിൻ്റെ ഒരു കാർഡാണ്. അപ്പോൾ ഈ ഒരു സ്പ്രെഡിൽ നമ്മൾ നോക്കുമ്പോൾ നിങ്ങളുടെ വ്യക്തിയുടെ ഇപ്പോഴത്തെ ഒരു കറണ്ട് സിറ്റുവേഷൻ നോക്കുകയാണ്. നിങ്ങളെ ബ്ലോക്ക് ചെയ്ത് ഈ ഒരു വ്യക്തി പോയി. ഈ ഒരു സമയത്ത് അവർ വളരെ ഒരു പ്രായോഗികമായിട്ടുള്ള രീതി, പ്രാക്ടിക്കൽ ആയിട്ടുള്ള രീതിയിൽ, ശാന്തമായിട്ടുള്ള ഒരു രീതിയിലുള്ള ഒരു ഫീലിങ്സ് ആണ് അവർക്കുള്ളത് എന്നാണ് നമുക്ക് കാണാനായിട്ട് പറ്റുന്നത്. ഒരു പെട്ടെന്ന് അതിവേഗത്തിലുള്ള അല്ലെങ്കിൽ ആവേശപരമായ ഒരു എക്സൈറ്റ്മെന്റോടുകൂടിയ തീരുമാനങ്ങളൊന്നും അവരെടുക്കുന്നില്ല. ഒരു കാമായിരുന്നിട്ട് അവരുടെ ജോലിയിലും അല്ലെങ്കിൽ ഒത്തിരി അവർക്ക് റെസ്പോൺസിബിലിറ്റീസും കാര്യങ്ങളൊക്കെ ഉണ്ട്, അതിലേക്കൊക്കെ അവർ ശ്രദ്ധിക്കുന്നു. അതുപോലെ സ്വന്തം ജീവിതം കുറച്ചും കൂടി ഒരു പേഴ്സണൽ ഗ്രോത്ത് ഒക്കെ ഉണ്ടാകാനായിട്ട് അതിലേക്കൊക്കെ കൂടുതൽ ശ്രദ്ധ തിരിക്കുന്നതായിട്ടുള്ള എനർജീസ് ആണ് നമുക്കിവിടെ കിട്ടുന്നത്. ഈ ഒരു നൈറ്റ് ഓഫ് പെന്റക്കിൾസിൽ നിന്ന് അതാണ് മനസ്സിലാകുന്നത്. കുറച്ച് സാമ്പത്തികപരമായിട്ടൊക്കെ ഒന്ന് സ്റ്റേബിൾ ആകണം എന്നൊക്കെ രീതിയിൽ അവരുടെ ഗ്രോത്തിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളിലേക്കാണ് അവർ കൂടുതൽ ശ്രദ്ധിക്കുന്നത് എന്നാണ് നമുക്ക് മനസ്സിലാകുന്നത്. അപ്പൊ നിങ്ങളെ ബ്ലോക്ക് ചെയ്ത് പോയിട്ടുള്ളത് സാമ്പത്തികപരമായിട്ട് സ്റ്റേബിൾ ആകാനോ അല്ലെങ്കിൽ ജോബ്, കരിയർ ഇങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെ ഒന്ന് സ്റ്റെബിലിറ്റി വരുത്താനോ ഒക്കെ ആയിരിക്കാനുള്ളൊരു ചാൻസ് നമ്മളിവിടെ കാണുന്നുണ്ട്. അല്ലെങ്കിൽ അവരുടെ ലൈഫിൽ തന്നെ ഒത്തിരി ഉത്തരവാദിത്തങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടാകാം. അപ്പൊ ആ ഒരു ഉത്തരവാദിത്തങ്ങളും കാര്യങ്ങളൊക്കെ നിങ്ങളെയും ഈ ഒരു റിലേഷൻഷിപ്പിനെയും ആ ഒരു കാര്യങ്ങളും കൂടെ ഒരുമിച്ച് കൊണ്ടുപോകാനായിട്ട് കഴിയാത്ത എന്തെങ്കിലും ഒരു സാഹചര്യങ്ങൾ അവർക്കുള്ളത് കൊണ്ടായിരിക്കാം അവരിപ്പോൾ ഇത് ബ്ലോക്ക് ചെയ്ത് പോയിട്ടുള്ളത് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്. പിന്നെ ക്യൂൻ ഓഫ് വാൻസിന്റെ എനർജി വരുമ്പോൾ പുറത്തേക്ക് അവർ വളരെ ഒരു ആത്മവിശ്വാസത്തോടെ ഞാൻ എടുത്ത തീരുമാനം ശരിയാണ് എന്നൊരു നിലപാടിലാണ്, സ്വന്തം അഭിമാനം കൊള്ളുന്നതായിട്ട് ഉള്ള രീതിയിലാണ് പുറത്തേക്ക് കാണിക്കുന്നത്. ഒരു ഈഗോ കാരണമായിട്ട് ഇപ്പോൾ അവരുടെ തീരുമാനത്തെ തന്നെ അങ്ങനെ ഉറച്ചു നിൽക്കുന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് പറ്റുന്നുണ്ട്. പക്ഷെ ഉള്ളിൻ്റെ ഉള്ളിൽ അവർക്ക് ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ ഉണ്ട്. നിങ്ങളോട് സംസാരിക്കാതിരിക്കുന്നതിനും അല്ലെങ്കിൽ നിങ്ങളുടെ കാര്യങ്ങൾ അറിയാതെ അവരായിട്ട് ബ്ലോക്ക് ചെയ്ത് പോയതിൽ അവർക്ക് ഒത്തിരി വിഷമങ്ങളുണ്ട് എന്ന് മനസ്സിലാക്കുന്നുണ്ട്. ഇവിടെ അതാണ് നമുക്ക് കൂടുതലായിട്ട് മനസ്സിലാക്കാനായിട്ട് പറ്റുന്നത്. പക്ഷെ അപ്പോഴും അവർ ചിന്തിക്കുന്നുണ്ട് ഞാൻ ഇപ്പോൾ ഈ ഒരു എടുത്ത തീരുമാനം കറക്റ്റ് ആണ് എന്ന നിലപാടിൽ അവർ ഉറച്ചു നിൽക്കുന്നു. അതുകൊണ്ട് തന്നെ വീണ്ടും ഇത് നിങ്ങളിലേക്ക് വരാനായിട്ട് അവർക്ക് കുറെ പ്രശ്നങ്ങൾ, ഈഗോ കാരണം അവർ അതിന് സമ്മതിക്കുന്നില്ല എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാകുന്നത്. പേജ് ഓഫ് സോർട്സും സെവൻ ഓഫ് സോർട്സും നമുക്ക് ഇവിടെ വരുന്നുണ്ട്. അവര് നേരിട്ട് നിങ്ങളുമായിട്ട് ബന്ധപ്പെടുന്നില്ല അല്ലെങ്കിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നില്ല എങ്കിലും നിങ്ങളെക്കുറിച്ച് അറിയാൻ ശ്രമിക്കാനുള്ള അല്ലെങ്കിൽ ശ്രമിക്കുന്ന സാധ്യതകൾ ഇവിടെ കൂടുതലായിട്ട് നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. അപ്പോൾ സോഷ്യൽ മീഡിയ വഴിയോ മറ്റാരെങ്കിലും വഴിയൊക്കെ ചോദിച്ചറിയാനോ ഒക്കെ ഉള്ളൊരു ശ്രമങ്ങളൊക്കെ ഉണ്ടാവാം. അപ്പോൾ സെവൻ ഓഫ് സോർട്സ് കാണിക്കുന്നത് ചില കാര്യങ്ങളിൽ അവർക്ക് കുറ്റബോധമോ ഭയമോ ഒക്കെ ഉണ്ടായിട്ടുണ്ടാകാം. അപ്പോൾ അതൊക്കെയാണ് അവർക്ക് നേരിട്ട് സംസാരിക്കാനുള്ളൊരു മടി ഉള്ളതായിട്ട് നമുക്കിവിടെ കാണാനായിട്ട് പറ്റുന്നുണ്ട്. അപ്പം ഈ ഒരു റിലേഷൻഷിപ്പിൽ എന്തെങ്കിലും ഒരു പ്രശ്നങ്ങളോ കാര്യങ്ങളൊക്കെ വന്ന സമയത്ത്, ഒരു കോൺഫ്ലിക്ട്സ്, വഴക്കുകളൊക്കെ വന്ന സമയത്തായിരിക്കാം നിങ്ങൾ തമ്മിൽ പെട്ടെന്ന് ഒരു ബ്ലോക്ക് ചെയ്ത് പോവുകയോ അങ്ങനെ എന്തെങ്കിലും, അല്ലെങ്കിൽ ഒരു സൈലന്റ് ആയിട്ട് തന്നെ ഈ ഒരു പേഴ്സൺ പെട്ടെന്ന് തന്നെ ബ്ലോക്ക് ചെയ്ത് പോയതുമാകാം. എങ്ങനെയാണെന്നുണ്ടെങ്കിലും
ഈ ഒരു ബ്ലോക്ക് ചെയ്ത് പോകാനുള്ള തീരുമാനം, അല്ലെങ്കിൽ നിങ്ങളോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യേണ്ട കുറച്ച് നാളത്തേക്ക് എന്ന് അവർ എടുക്കാനുള്ള ആ ഒരു തീരുമാനം എടുക്കാനുള്ള ഒരു കാര്യം എന്ന് പറഞ്ഞാൽ പെട്ടെന്നുണ്ടായ ആ ഒരു കാര്യം മാത്രമല്ല എന്നുള്ളതാണ്. അവർ കുറെ നാളുകളായിട്ട് കുറെ ചെറിയ ചെറിയ പ്രശ്നങ്ങളൊക്കെ വരുമ്പോൾ തന്നെ അവരുടെ മനസ്സിൽ ഉറപ്പിച്ചിരുന്ന ഒരു കാര്യമാണ് ഒരു ബ്രേക്ക് എടുത്ത് മാറണം എന്നുള്ള ഒരു കാര്യം അവർ ഉറപ്പിച്ചിട്ടുണ്ടായിരുന്നു എന്നുള്ളതാണ് നമുക്കിവിടെ മനസ്സിലാക്കാനായിട്ട് പറ്റുന്നത്. പക്ഷെ പിന്നെ കുറെ ആളുകൾക്ക് ഇപ്പോൾ ഓൾറെഡി അവർ ബ്ലോക്ക് ചെയ്ത് പോയി, വീണ്ടും തിരിച്ച് ഒരു ഈഗോ കാരണം തിരിച്ചു വരാനായിട്ട് പറ്റുന്നില്ല, അല്ലെങ്കിൽ അവർക്ക് ആ ഒരു കുറ്റബോധം കൊണ്ട് തിരിച്ചെത്താനായിട്ട് പറ്റുന്നില്ല. ഇതൊക്കെ ആണ് അവർക്ക് നിങ്ങളിലേക്ക് വരാനൊരു തടസ്സമായിട്ട് നമുക്കിവിടെ കാണാനായിട്ട് പറ്റുന്നത്. കിങ് ഓഫ് കപ്സ് എന്ന് പറഞ്ഞാൽ അവർക്ക് അവരുടെ ഉള്ളിന്റെ ഉള്ളിൽ ഇനിയും നിങ്ങളോട് ഒത്തിരി സ്നേഹത്തിന്റെ വികാരങ്ങളുണ്ട്, ഫീലിങ്സുകൾ ഉണ്ട് എന്ന് തന്നെയാണ് ഈ ഒരു കാർഡ് സൂചിപ്പിക്കുന്നത്. ഒരിക്കലും ആ ഒരു സ്നേഹം, നിങ്ങളോടുള്ള ആ ഒരു സ്നേഹം, ആ ഒരു ഇഷ്ടം അവർക്ക് ഒട്ടും കുറഞ്ഞു പോയിട്ടില്ല എന്നുള്ളതാണ്. പക്ഷെ അവരത് കൺട്രോൾ ചെയ്ത് വെക്കാനായിട്ട് ശ്രമിക്കുന്നു, പുറത്തേക്ക് കാണിക്കാതെ ഉള്ളിൽ സൂക്ഷിച്ചു വെക്കുന്ന ഒരു സ്വഭാവമാണ് അവരിപ്പോൾ കൈക്കൊണ്ടിരിക്കുന്നത് എന്നാണ് മനസ്സിലാകുന്നത്. കാരണം നമ്മൾ ആദ്യത്തെ കാർഡ് കണ്ടു, നൈറ്റ് ഓഫ് പെന്റക്കിൾസ്, അവർക്ക് കുറച്ച് ലക്ഷ്യങ്ങളുണ്ട്, അതൊക്കെ നേടിയെടുക്കാൻ വേണ്ടിയിട്ട് അതിലേക്കൊക്കെ, അല്ലെങ്കിൽ അവരുടെ കുറെ പ്രശ്നങ്ങളുണ്ട് അതൊക്കെ സോൾവ് ചെയ്യാനായിട്ട് അതിലേക്കൊക്കെ അവർ കൂടുതൽ ഫോക്കസ് ചെയ്യുമ്പോൾ ഈ ഒരു കാര്യം നിങ്ങളോടുള്ള ആ ഒരു ഫീലിങ്സ് കാര്യങ്ങൾ, അല്ലെങ്കിൽ ഈ റിലേഷൻഷിപ്പ് കൊണ്ടുപോകാനായിട്ട് അവരിടേണ്ടുന്ന എഫേർട്ടുകളും കാര്യങ്ങളും ഒക്കെ അവർ ഹൈഡ് ചെയ്ത് പിടിക്കുന്നു എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാവുക. അല്ലെങ്കിൽ മറച്ചു വെക്കുന്നു, നിയന്ത്രിച്ച് നിർത്തുന്നു, സപ്രസ് ചെയ്ത് വെക്കുന്നു എന്നുള്ളതാണ്. പക്ഷെ ഉള്ളിന്റെ ഉള്ളിൽ ഇപ്പോഴും നിങ്ങളോട് ആ ഒരു സ്നേഹവും കാര്യങ്ങളൊക്കെ അവർക്കുണ്ട് എന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാകുന്നത്. പിന്നെ നമുക്ക് വരുന്നത് 3 ഓഫ് പെന്റക്കിൾസും പേജ് ഓഫ് പെന്റക്കിൾസും ആണ്. അപ്പൊ വീണ്ടും സംസാരിക്കാനായിട്ട് നിങ്ങളോട് സംസാരിക്കണം എന്ന് ഇവിടെ ഒരു ചെറിയ തോട്ട്സ് ഒക്കെ അവർക്ക് ഉണ്ടാവുന്നുണ്ട് എന്ന് കാണുന്നുണ്ട്. നേരിട്ട് ഒരു റൊമാൻറ്റിക് ആയിട്ടുള്ള രീതിയിൽ സംസാരിക്കാനല്ല അവർ ഇഷ്ടപ്പെടുന്നത്, ഒരു സാധാരണ രീതിയിലുള്ള ഒരു കോൺവെർസേഷൻ എന്ന രീതിയിൽ സംസാരിക്കാൻ അവർ ഇഷ്ടപ്പെടുന്നു, അല്ലെങ്കിൽ ഒരു എന്തെങ്കിലും ഒരു കാരണങ്ങൾ ഉണ്ടാക്കിക്കൊണ്ട് നിങ്ങളിലേക്ക് ഒരു കമ്മ്യൂണിക്കേഷനുമായിട്ട് വരാൻ അവർ ചിന്തിക്കുന്നുണ്ട് എന്നുള്ളതാണ് നമുക്ക് ഇവിടെ ഒരു 3 ഓഫ് പെന്റക്കിൾസ് അല്ലെങ്കിൽ പേജ് ഓഫ് പെന്റക്കിൾസ് വഴി മനസ്സിലാക്കാനായിട്ട് പറ്റുന്നത്. പിന്നെ വരുന്നത് 9 ഓഫ് പെന്റക്കിൾസ് ആണ്. ഇപ്പോൾ അവർ സ്വതന്ത്രമായിട്ടുള്ള, അല്ലെങ്കിൽ ഒരു ഇൻഡിപെൻഡന്റ് ആയിട്ട് വളരെ ഫ്രീ ആയിട്ടുള്ള ഒരു സിറ്റുവേഷനിൽ, ഒരു കംഫർട്ട് സോണിലാണ് അവർ നിൽക്കുന്നത് എന്നാണ് നമുക്ക് മനസ്സിലാകുന്നത്. അതോടൊപ്പം തന്നെ അവർ ചിന്തിക്കുന്നുണ്ട്, ഇപ്പോൾ ഞാനുള്ള ഈ ഒരു സിറ്റുവേഷനിൽ ഞാൻ പോയിക്കൊണ്ടിരിക്കുന്ന ഒരു ജീവിതം എനിക്ക് പോരാ എന്നൊരു കാര്യവും അവർ ചിന്തിക്കുന്നത്. കുറച്ചും കൂടി ഒരു ബെറ്റർ രീതിയിലേക്ക് എൻ്റെ ഒരു ലൈഫിനെ ഉയർത്തിക്കൊണ്ട് പോകേണ്ടത് ആവശ്യമാണ് എന്നവർ ചിന്തിക്കുന്നു. സ്വയം ഒരു വ്യക്തിത്വവും സ്വാതന്ത്ര്യവും ഒക്കെ അവർ വളരെയധികം വിലമതിക്കുന്നു, അല്ലെങ്കിൽ അവരുടെ ഒരു ക്യാരക്ടറിനെ അവർ വളരെയധികം അവർ തന്നെ അവരെ മതിക്കുന്ന ഒരു വ്യക്തിയാണ്, ഒത്തിരി സെൽഫ് ലവ് ചെയ്യുന്ന ഒരു പേഴ്സൺ ആണ് എന്നാണ് നമുക്കിവിടെ മനസ്സിലാക്കാനായിട്ട് പറ്റുന്നത്. അതുകൊണ്ട് തന്നെ അവരെ കുറച്ചും കൂടി ഇമ്പ്രൂവ് ചെയ്യിപ്പിക്കണം എന്ന് അവർ തന്നെ അങ്ങനെ ചിന്തിക്കുന്ന എനർജീസ് നമുക്ക് കിട്ടുന്നുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ പിന്നെ 9 ഓഫ് വാൻഡ്സും പിന്നെ 5 ഓഫ് സോൾസും ആണ് കിട്ടുന്നത്. അപ്പോൾ അവര് ഇപ്പോഴും ഒരു മുൻപുണ്ടായിരുന്ന തർക്കങ്ങളിലോ വേദനകളിലോ ഒക്കെ അവര് ആ ഒരു കാര്യങ്ങളൊക്കെ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നു, അല്ലെങ്കിൽ അവിടെ ആ ഒരു കാര്യങ്ങളിലൊക്കെ ഇപ്പോഴും അവർ അതിൽ തന്നെ നിൽക്കുന്നു, അല്ലെങ്കിൽ അതിൽ തന്നെ നിൽക്കാനായിട്ട് അവര് നിർബന്ധിച്ച് അതിൽ തന്നെ പിടിച്ചു നിർത്തുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. കാരണം കുറച്ച് ഈഗോ ഉള്ള ഒരു പേഴ്സൺ ആണ്. അപ്പോൾ ഒരു ഈഗോ ക്ലാഷ് ഒക്കെ ഉണ്ടായിരുന്നെങ്കിൽ അതിൻ്റെയൊക്കെ ഒരു പ്രശ്നങ്ങളും അവശിഷ്ടങ്ങളും കാര്യങ്ങളും ഒക്കെ ഇപ്പോഴും അവരുടെ ഉള്ളിന്റെ ഉള്ളിൽ അവർ സൂക്ഷിക്കുന്നുണ്ട് എന്നാണ് നമുക്ക് മനസ്സിലാകുന്നത്. നമ്മളിപ്പോൾ ഒരു പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മളത് അവിടെ വിട്ടിട്ട് പുതിയൊരു തലത്തിലേക്ക് പോകുന്ന ആളുകളുണ്ട്. പക്ഷെ ഈ ഒരു പേഴ്സണെ സംബന്ധിച്ച് നോക്കുമ്പോൾ അതിന്റെ പ്രശ്നങ്ങളും കാര്യങ്ങളും വിഷമങ്ങളും വേദനകളും ഒന്നും അവർ വിട്ട് കളഞ്ഞിട്ടില്ല. അവരുടെ മനസ്സിന്റെ ഉള്ളിനുള്ളിൽ അതിപ്പോഴും കുറേശ്ശെ നിൽക്കുന്നു എന്നുള്ളതാണ്. ആ ഒരു കാര്യങ്ങൾ കൊണ്ടൊക്കെയാണ് ഈ ഒരു ബ്ലോക്ക് അവർ ചെയ്തിരിക്കുന്നത്. അത് മാറ്റി നിങ്ങളിലേക്ക് വരാനായിട്ട് അവർ ശ്രമിക്കാത്തതും അതുകൊണ്ടാണ്. അവരെ തന്നെ ശരിക്കും ഇപ്പൊ ആ ഒരു വ്യക്തി ചിന്തിക്കുന്നത്, ഞാൻ ഈ ഒരു ബ്ലോക്ക് ചെയ്ത് വെച്ചിരിക്കുന്നത് കൊണ്ട് തന്നെ ഞാൻ എന്നെ തന്നെ സംരക്ഷിക്കുകയാണ് എന്ന രീതിയിലാണ്. കാരണം ഞാൻ ഈ ഒരു റിലേഷൻഷിപ്പിൽ നിന്ന സമയത്ത് പല പല പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ചിലപ്പോൾ അത് എൻ്റെ പേഴ്സണൽ കാര്യങ്ങൾ കൊണ്ടായിരിക്കാം, ചിലപ്പോൾ എൻ്റെ സ്വന്തം കാര്യങ്ങൾ കൊണ്ടായിരിക്കാം. എങ്ങനെയാണെങ്കിലും ഞാൻ ഈ റിലേഷൻഷിപ്പിൽ നിൽക്കുമ്പോൾ എനിക്കൊരു സമാധാനം കിട്ടുന്നില്ല, അല്ലെങ്കിൽ ഒരു ശാന്തത കിട്ടുന്നില്ല, ഒരു എന്താ പറയാ, ഒരു പീസ് ലഭിക്കാത്തതാണ് അവരുടെ ഏറ്റവും പ്രശ്നം. സ്നേഹമുണ്ട്, ഇഷ്ടമുണ്ട്, കാര്യങ്ങളൊക്കെ ഉണ്ട്, പക്ഷെ ഒരു സമാധാനത്തിൽ മുന്നോട്ട് പോകാനായിട്ട് പറ്റുന്നില്ല. ആ ഒരു സമാധാനം എനിക്കിപ്പോൾ കിട്ടുന്നുണ്ട് എന്ന് ഈ ഒരു വ്യക്തി ഈ ഒരു ബ്ലോക്ക് ചെയ്ത് വെച്ചിരിക്കുന്ന കാര്യത്തെ കുറിച്ച് ചിന്തിക്കുമ്പോൾ അവർക്ക് അതാണ് മനസ്സിലാവുന്നത്, അല്ലെങ്കിൽ അതാണ് ചിന്തിക്കുന്നത്. അതുകൊണ്ട് തന്നെ അവരെ സംരക്ഷിച്ച് നിർത്തിയിരിക്കുന്നു. ഇതിൽ നിന്നല്ല, പ്രശ്നങ്ങളിൽ നിന്നല്ല അവരെ മാറ്റി അവർ നിർത്തിയിരിക്കുന്ന ഈ ഒരു ബ്ലോക്ക് ചെയ്ത് വെച്ചിരിക്കുന്ന കാര്യത്തിൽ കൊണ്ടാണ് എന്ന് അവർ ആ ഒരു നിലയിലാണ് ചിന്തിക്കുന്നത്. പിന്നെ വരുന്നത് സ്ട്രെങ്ത് കാർഡാണ്. അപ്പം അവർക്ക് ഇങ്ങനെയൊക്കെ അവർ ചിന്തിക്കുന്നുണ്ട്, ബ്ലോക്ക് ചെയ്തിട്ടുണ്ട്, എല്ലാ കാര്യങ്ങളും ഉണ്ടെങ്കിൽ പോലും ഒരു റിലേഷൻഷിപ്പിൽ വീണ്ടും നിങ്ങളുമായിട്ട് കമ്മ്യൂണിക്കേഷന് വരാനുള്ള ഒരു ആഗ്രഹവും
അവരുടെ ഉള്ളിൻ്റെ ഉള്ളിലുണ്ട്. അങ്ങനെ ഉള്ളപ്പോൾ തന്നെ ഇവിടെ ഞാൻ പറഞ്ഞു ഓൾറെഡി ഇവർക്ക് ഈ പേഴ്സൺ ഒരു വളരെ ഈഗോ ഉള്ള ഒരു പേഴ്സൺ ആണ്. അപ്പോൾ അവരുടെ ആ ഒരു ഈഗോ അതിനെ സമ്മതിക്കുന്നുമില്ല. അപ്പോൾ ഇത് രണ്ടും കൂടെ തമ്മിലുള്ള ഒരു പോരാട്ടമാണ് ശരിക്കും ഇവരുടെ ഉള്ളിൻ്റെ ഉള്ളിൽ നടക്കുന്നത്. അപ്പം അവർ പലപ്പോഴും ഈ ഒരു നിങ്ങളോ ആയിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം എന്നുള്ള ഒരു ആഗ്രഹത്തിന്റെ മുന്നിൽ അവരുടെ ഈഗോ തോറ്റു പോകുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. അല്ലെങ്കിൽ തളർന്നു പോകുന്നുണ്ടെങ്കിലും ഈ ഒരു പ്രശ്നങ്ങളൊക്കെ കാരണം വിഷമിക്കുന്നുണ്ട് അവര്. അപ്പൊ പക്ഷെ പുറത്ത് അവര് വളരെ ശക്തനായിട്ട് അല്ലെങ്കിൽ വളരെ ശക്തിയായിട്ടുള്ള രീതിയിൽ വരെ സ്ട്രോങ് ആണ് എന്ന രീതിയിലാണ് കാണിക്കുന്നതൊക്കെ. ഓക്കെ, പിന്നെ നമുക്ക് ഏസ് ഓഫ് വാൻസിന്റെ കാർഡാണ് വന്നിട്ടുള്ളത്. അത് ഒരു അപ്രതീക്ഷിതമായ ഒരു ദിവസം വീണ്ടും നിങ്ങളോട് ഒരു കോണ്ടാക്റ്റുമായിട്ട്, ഒരു എക്സൈറ്റ്മെന്റോട് കൂടിയുള്ള ഒരു കോണ്ടാക്റ്റുമായിട്ട് വരാനുള്ളൊരു സാധ്യതയാണ് നമുക്കിവിടെ കിട്ടുന്നത്. ഒരു ചെറിയ മെസ്സേജ് അല്ലെങ്കിൽ ഒരു ബ്ലോക്ക് മാറ്റൽ പോലുള്ള ഒരു സഡൻ ആക്ഷൻ ഇവരുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകും എന്നുള്ളതാണ്. അപ്പൊ നമുക്ക് ഈ ഒരു റീഡിങ്ങിൽ നമ്മൾ നോക്കിയതും അത് തന്നെയാണ്. നിങ്ങളുടെ പേഴ്സൺ ബ്ലോക്ക് മാറ്റി നിങ്ങളുമായിട്ടൊരു കമ്മ്യൂണിക്കേഷനിലേക്ക് വരുമോ എന്നുള്ളതാണ്. നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഇട്ട റീഡിങ്ങിന്റെ അടിയിലൊക്കെ വന്നിട്ടുള്ള കമന്റുകളിൽ അങ്ങനെയാണ് ചോദിച്ചത്. കുറെ ആളുകൾ ചോദിച്ചിട്ടുണ്ടായിരുന്നു, എല്ലാവരും ബ്ലോക്ക് ചെയ്ത് പോയിട്ടുള്ള ആളുകളുണ്ട്, അതിലെന്തെങ്കിലും മാറ്റങ്ങൾ വരാനുള്ള ചാൻസ് ഉണ്ടോ എന്ന്. അതുകൊണ്ടാണ് നമ്മൾ ഈ ഒരു റീഡിങ് എടുത്തിട്ടുള്ളത് തന്നെ. അപ്പോൾ ഈ ഒരു ഏസ് ഓഫ് വാൻസ് നമുക്ക് പറഞ്ഞു തരുന്നത് അതാണ്. അപ്രതീക്ഷിതമായിട്ട് ഒരു ദിവസം നിങ്ങൾ ആ ഒരു ബ്ലോക്ക് മാറ്റി ഈ ഒരു പേഴ്സൺ നിങ്ങളിലേക്ക് വരും എന്നുള്ളത് തന്നെയാണ്. അവിടെ ഒരു സഡൻ ആക്ഷൻ ഉണ്ടാകും എന്നുള്ളതാണ്. പിന്നെ ലാസ്റ്റ് കാർഡ് 10 ഓഫ് വാൻസ് ആണ്. ഇപ്പോൾ അവര് ഒരു മാനസികമായിട്ട് വളരെയധികം ക്ഷീണിതരാണ് എന്നുള്ളതാണ്. അവർ തന്നെ ഈ ഒരു റിലേഷൻഷിപ്പിൽ ഇപ്പൊ പ്രശ്നങ്ങൾ ഉണ്ടായോ, പ്രശ്നങ്ങളില്ലാത്ത റിലേഷൻഷിപ്പ് ഇല്ല, പക്ഷെ പ്രശ്നങ്ങൾ ഉണ്ടായതോ അല്ലെങ്കിൽ ആ ഒരു വേദന, വിഷമോ, ഹേർട്ടും കാര്യങ്ങളൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ഉണ്ടായിട്ടുണ്ടെങ്കിൽ പോലും ഈ ഒരു വ്യക്തി ചിന്തിക്കുന്നത് ഞാനൊരു വിക്ടിമാണ് എന്നുള്ള രീതിയിലാണ്. അവരൊരു വിക്ടിം രീതിയിലാണ് അവർ ചിന്തിക്കുന്നത്. എനിക്ക് കുറെ സഫർ ചെയ്തു ഇതിനകത്ത് നിന്നിട്ട്. ചിലപ്പോൾ നിങ്ങളും ഈ ഒരു റിലേഷൻഷിപ്പിൽ ഒത്തിരി സഫർ ചെയ്തിട്ടുണ്ടാവാം, നിങ്ങളും എഫേർട്ട് ഇട്ടിട്ടുണ്ടാകാം, നിങ്ങൾക്കും വേദനകൾ ഉണ്ടായിട്ടുണ്ടാകാം, നിങ്ങൾക്കും ബുദ്ധിമുട്ടുകൾ ഉണ്ടായിരിക്കും, നിങ്ങൾ കുറെ കാര്യങ്ങൾ നിങ്ങളുടെ മാറ്റി വെച്ചിട്ട് ഇതിലേക്ക് വന്ന് നിന്നിട്ടുണ്ടാകാം. പക്ഷെ ഈ ഒരു പേഴ്സൺ ചിന്തിക്കുന്നത് ഞാനാണ് കൂടുതൽ എഫേർട്ട് ഇട്ടത്, ഞാൻ ഇതിൽ വളരെ എഫേർട്ട് ഇട്ടു, വളരെ സ്നേഹിച്ചു, വളരെ താന്നു കൊടുത്തു, വളരെ സാക്രിഫൈസ് ചെയ്തു, എല്ലാം ഞാൻ ചെയ്തു. അതുകൊണ്ട് തന്നെ ഞാനിപ്പോൾ വളരെ ക്ഷീണിതനായിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ എനിക്കൊരു റെസ്റ്റ് ആവശ്യമാണ് എന്ന രീതിയിൽ അവർ ബ്ലോക്ക് എടുത്ത് പോയിരിക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ ഈ ഒരു റിലേഷൻഷിപ്പുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന ആ ഒരു ഭാരം അവരുടെ മനസ്സിനെ നല്ല രീതിയിൽ ബാധിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് നമുക്കിവിടെ മനസ്സിലാക്കുന്നത്. അതിനു വേണ്ടിയിട്ടാണ് അവർ ഈ ഒരു സൈലൻസ് ജസ്റ്റ് ബ്ലോക്കാക്കി അങ്ങനെ മാറി നിൽക്കുന്നു എന്നുള്ളത് കാണുന്നത്. അപ്പോൾ ഇവിടെ ബ്ലോക്ക് മാറ്റാനുള്ള സാധ്യത ഉണ്ടോ എന്ന് ചോദിക്കുമ്പോൾ ഇവിടെ കാർഡുകൾ നോക്കിയിട്ട് നമുക്ക് പറയാനായിട്ട് പറ്റുന്നത് സാധ്യതയുണ്ട് എന്ന് തന്നെയാണ്, പക്ഷെ ഉടനെ സംഭവിക്കില്ല എന്നുള്ളതാണ്. ഈ ഒരു ഈഗോയും സെൽഫ് റെസ്പെക്റ്റും ഒക്കെ അവർക്ക് നല്ല സെൽഫ് റെസ്പെക്റ്റ് ഉള്ള ഒരു വ്യക്തിയാണ്. അതുപോലെ ആ ഒപ്പം തന്നെ ഈഗോയും ഉള്ള ഒരു വ്യക്തിയാണ്. അതാണ് ഈ ഒരു ബ്ലോക്ക് മാറ്റാതിരിക്കാനുള്ള മെയിൻ ആയിട്ടുള്ള കാരണം. അതുകൊണ്ട് തന്നെ ആ ബ്ലോക്ക് മാറ്റുന്ന ആ ഒരു കാര്യം ഒരു ഇച്ചിരി ഡിലേ ആകും എന്നുള്ളത് തന്നെയാണ് നമുക്കിവിടെ മനസ്സിലാകുന്നത്. പക്ഷെ നിങ്ങളോടുള്ള സ്നേഹവും ഫീലിങ്സിന്റെ കാര്യമൊക്കെ നോക്കുമ്പോൾ ആ ഒരു ഫീലിങ്സ് ഒക്കെ അവിടെ തന്നെ ഉണ്ട്, എങ്ങും പോയിട്ടില്ല എന്ന് നമുക്ക് കാണാനായിട്ട് വരുന്നുണ്ട്. ഒരു ചെറിയ കാരണവശാൽ അല്ലെങ്കിൽ ഒരു ചെറിയ കാരണങ്ങളൊക്കെ ഉണ്ടാക്കിയിട്ട് ഒരു സമയം കഴിഞ്ഞ് കഴിയുമ്പോൾ വീണ്ടും നിങ്ങളുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനായിട്ടൊരു സാധ്യതയുണ്ട്. അതാണ് നമുക്കിവിടെ ഏസ് ഓഫ് വാൻസിന്റെ ഒരു കാർഡ് നമുക്ക് ഡയറക്റ്റ് പറഞ്ഞു തരുന്നത്. അപ്പോൾ കുറച്ച് സമയമെടുക്കും, ഒരു സ്ലോ എനർജി തന്നെയാണ് ഇവിടെ നമുക്ക് കാണാനായിട്ട് പറ്റുന്നത്. അവര് പൂർണ്ണമായിട്ടും നിങ്ങളെ വിട്ടിട്ട് പോയിട്ടില്ല, അല്ലെങ്കിൽ ബ്ലോക്ക് ചെയ്ത് അവർ പോയെങ്കിൽ പോലും ഒരു വേദനയിലൂടെയോ അല്ലെങ്കിൽ അവരുടെ ഒരു ഈഗോയെ സാറ്റിസ്ഫൈ ചെയ്യാനോ ഒക്കെ ആയിരിക്കാം. അപ്പോൾ ഉള്ളിൽ ഇനിയും അവർക്ക് നിങ്ങളോട് വളരെയധികം സ്നേഹത്തിന്റെ ഫീലിങ്സുകൾ ഉണ്ട്. എങ്കിലും ഇപ്പോൾ അവരത് നിയന്ത്രിക്കാൻ ശ്രമിക്കുന്നു എന്നുള്ളതാണ്. കുറച്ച് സമയം കടന്നു പോകുമ്പോൾ ചെറിയൊരു ഓപ്പർച്യൂണിറ്റി അല്ലെങ്കിൽ ചെറിയൊരു അവസരത്തിലൂടെ വീണ്ടും നിങ്ങളുമായിട്ട് ബന്ധപ്പെടാനുള്ള ഒരു ചാൻസ് അല്ലെങ്കിൽ ഒരു സാധ്യത നമ്മളിവിടെ കാണുന്നുണ്ട് എന്നുള്ളത് നമുക്ക് അപ്പോൾ നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം. ഈ ഒരു റിലേഷൻഷിപ്പിൽ ഈ ഒരു പേഴ്സൺ വീണ്ടും ബ്ലോക്ക് മാറ്റി നിങ്ങളിലേക്ക് വരും എന്നുള്ളത് നമുക്കിവിടെ പ്രതീക്ഷിക്കാനായിട്ട് പറ്റും. അപ്പോൾ എത്ര സമയത്തിനുള്ളിൽ ഈ ഒരു കോണ്ടാക്ട് നിങ്ങളിലേക്ക് കിട്ടും എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്കിവിടെ നൈറ്റ് ഓഫ് പെന്റക്കിൾസിൻ ഉണ്ട്, 9 ഓഫ് വാൻസ്, 10 ഓഫ് വാൻസ്, പിന്നെ ഏസ് ഓഫ് വാൻസ്. ഈ കാർഡുകളാണ് നമുക്കത് പറഞ്ഞു തരുന്നത്. ഇപ്പോൾ ഇവിടെ നൈറ്റ് ഓഫ് പെന്റക്കിൾസ് പറയുമ്പോഴത്തേക്കും കാര്യങ്ങളൊക്കെ പതുക്കെ ആകും മുന്നോട്ട് പോകുന്ന, അത് സ്ലോ ആയിരിക്കും. അവരുടെ ഒരു ഗ്രോത്തും കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടൊക്കെ അവർ നിൽക്കും. അതിനുശേഷം ഉടനൊന്നും ഈ ഒരു കോണ്ടാക്ട് നിങ്ങളിലേക്ക് വരില്ല എന്നുള്ളതാണ് നമുക്ക് പറയാൻ പറ്റുന്നത്. അവർ ഇപ്പോൾ കരുതലോടെ ഒരു അകലം പാലിച്ച് മാറി നിൽക്കുകയാണ്, അവരെ കരുതുകയാണ് അവർ, അല്ലെങ്കിൽ അവരെ സപ്പോർട്ട് ചെയ്യുന്നോ അല്ലെങ്കിൽ അവരെ രക്ഷിച്ചവർ അല്ലെങ്കിൽ അവരൊരു ഹീലിംഗ് പ്രോസസ്സിലൂടെ കടന്നു പോകുന്നു എന്നൊക്കെ അവരെ കുറിച്ച് തന്നെ ചിന്തിച്ച് അവരങ്ങനെ മാറി നിൽക്കുകയാണ്. ഇപ്പോഴുള്ള ഒരു ഇവർക്ക് ഒത്തിരി അധികം ഈ ഒരു റിലേഷൻഷിപ്പിൽ നിന്ന് ഞാൻ ഒത്തിരി സഫർ ചെയ്തു എന്ന രീതിയിൽ
അവരൊരു മാനസിക സമ്മർദ്ദം അവർക്ക് ഉണ്ടാകുന്നുണ്ട്, അത് കുറയണം. അപ്രതീക്ഷിതമായ ഒരു ദിവസം അവർക്ക് കുറെ സമയം എടുത്തതിന് ശേഷം പെട്ടെന്നൊരു ദിവസം അവര് ഒരു മെസ്സേജ് അല്ലെങ്കിൽ ഒരു കോളൊക്കെ ആയിട്ട് നിങ്ങളിലേക്ക് വരും, അല്ലെങ്കിൽ ആ ഒരു ബ്ലോക്ക് ജസ്റ്റ് മാറ്റും എന്നുള്ളത്, അത് സംഭവിക്കും എന്നുള്ളതാണ് നമുക്ക് മനസ്സിലായത്. ഏസ് ഓഫ് വാൻസ് അതാണ് നമുക്ക് പറഞ്ഞു തരുന്നത്. അപ്പൊ ഏകദേശം ഒരു സമയം നോക്കുകയാണെങ്കിൽ ഏകദേശം ഒരു 1 മുതൽ ഒരു 3 മാസം, അതെ 1 to 3 months ഒരു കോണ്ടാക്ട് ഉണ്ടാകാനുള്ളൊരു സാധ്യത കൂടുതലാണ്. 1 മുതൽ 3 മാസത്തിനുള്ളിൽ ഒരു കോണ്ടാക്ട് നിങ്ങളിലേക്ക് വരും എന്നുള്ളതാണ് നമുക്കിവിടെ കിട്ടുന്നത്. ആദ്യമായിട്ട് ചെറിയൊരു മെസ്സേജ് അല്ലെങ്കിൽ ഒരു ബ്ലോക്ക് ജസ്റ്റ് ഒന്ന് മാറ്റുക, അങ്ങനെ ഒരു ചെറിയ നീക്കമായിരിക്കും അവരുടെ ഭാഗത്തുനിന്ന് വരുന്നത്. ഉടൻ തന്നെയല്ല, പക്ഷെ പൂർണ്ണമായിട്ടും ബന്ധം അവസാനിച്ചതായിട്ട് ഒരു എനർജി നമുക്കിവിടെ പറയാനായിട്ട് പറ്റുന്നില്ല. അല്ലെങ്കിൽ നിങ്ങൾ ഈ ഒരു ബന്ധത്തിൽ ഇനിയൊരു അവർ ബ്ലോക്ക് മാറ്റി നിങ്ങളിലേക്ക് വരില്ല, നിങ്ങൾ മൂവ് ഓൺ ചെയ്ത് പോയിക്കോളൂ എന്ന രീതിയിൽ നമുക്ക് പറയാനായിട്ട് പറ്റുന്നില്ല. സ്റ്റിൽ ഈ ഒരു ഫീലിങ്സ്, സ്നേഹത്തിന്റെ അല്ലെങ്കിൽ ഇഷ്ടത്തിന്റെ ഒരു ഫീലിങ്സ് അവിടെ ഉണ്ട് എന്ന് തന്നെയാണ്. അവർക്ക് നിങ്ങളിലേക്ക് വരാനായിട്ട് ആഗ്രഹമുള്ളതായിട്ടും നമുക്ക് കാണാനായിട്ട് പറ്റുന്നുണ്ട്. അപ്പോൾ ഈ ഒരു സമയത്ത് നിങ്ങളെ ഇപ്പോൾ ബ്ലോക്ക് ചെയ്ത് പോയ സമയത്ത് നിങ്ങൾ വളരെയധികം വിഷമത്തിലൂടെയും അല്ലെങ്കിൽ നമുക്ക് ഒത്തിരി ഈ ഒരു എല്ലാ ദിവസവും നമ്മൾ സംസാരിച്ചുകൊണ്ടിരുന്ന അല്ലെങ്കിൽ നമ്മുടെ കാര്യങ്ങൾ ഷെയർ ചെയ്തുകൊണ്ടിരുന്ന ഒരു വ്യക്തി അവിടെ ഇല്ല എന്നറിയുമ്പോൾ വരുന്ന ഒരു ശൂന്യത. അപ്പോൾ ആ ഒരു കാര്യങ്ങളൊക്കെ നിങ്ങൾ ഫേസ് ചെയ്യുന്ന ഒരു സമയമായിരിക്കാം. അപ്പോൾ ഈ സെയിം കാർഡുകൾ വെച്ചിട്ട് നമുക്ക് യൂണിവേഴ്സിനോട് ചോദിക്കാം നമുക്കായിട്ട് എന്താണ് ഒരു യൂണിവേഴ്സൽ ഗൈഡൻസ് തരാനുള്ളത് എന്ന് നമുക്ക് നോക്കാം. അപ്പോൾ ഇവിടെ നമ്മൾ നോക്കുമ്പോൾ യൂണിവേഴ്സ് ഫസ്റ്റ് തന്നെ നമ്മളോട് പറഞ്ഞു തരുന്നത് നിങ്ങൾ നിങ്ങളിലേക്ക് തന്നെ ഫോക്കസ് ചെയ്യുക എന്നുള്ളതാണ്, സ്വയം ഫോക്കസ് ചെയ്യുക എന്നുള്ളതാണ്. ഇപ്പോൾ നിങ്ങളുടെ ഒരു വാല്യൂ അല്ലെങ്കിൽ നിങ്ങളുടെ സെൽഫ് റെസ്പെക്ട്, ഗ്രോത്ത്, നിങ്ങളുടെ പേഴ്സണൽ ഗ്രോത്ത് എന്നീ കാര്യങ്ങൾക്കൊക്കെ ഒരു മുൻഗണന കൊടുക്കുക. കാരണം ആ ഒരു പേഴ്സൺ അവിടെ ഇല്ല എന്നുള്ളൊരു കാര്യം ഫസ്റ്റ് തന്നെ നിങ്ങൾ അക്സെപ്റ്റ് ചെയ്യുക. അതിനുശേഷം നിങ്ങൾക്ക് കൂടുതൽ വാല്യൂ ചെയ്യുക, നിങ്ങൾ സെൽഫ് റെസ്പെക്ട് ചെയ്യുക, പേഴ്സണൽ ഗ്രോത്തിന് മുൻഗണന കൊടുത്ത് മുന്നോട്ട് പോകുക എന്നുള്ളതാണ്. അവര് ഇനി അൺബ്ലോക്ക് ചെയ്യുമോ എന്ന് മാത്രം ചിന്തിച്ച് അതിലിങ്ങനെ നിൽക്കേണ്ടുന്ന ഒരു സമയമല്ല ഇത്. നിങ്ങളുടെ ജീവിതം, നിങ്ങളുടെ ജോലി, ഹെൽത്ത്, ഹാപ്പിനെസ്, ഇങ്ങനെയുള്ള കൊച്ചു കൊച്ചു കാര്യങ്ങളെല്ലാം ശ്രദ്ധ കേന്ദ്രീകരിച്ച് മുന്നോട്ട് പോവുക എന്നാണ് യൂണിവേഴ്സ് നമുക്ക് തരുന്ന ഫസ്റ്റ് ഗൈഡൻസ്. സെക്കൻഡ് പറയുന്നത് ഒരു ഈഗോ ഇപ്പൊ നിങ്ങളുടെ പേഴ്സൺ ഓൾറെഡി ഒരു ഈഗോ ഉള്ള ഒരു പേഴ്സൺ ആണ്. അപ്പൊ നിങ്ങൾക്കും ചിലപ്പോൾ ഈഗോസും കാര്യങ്ങളൊക്കെ ഉണ്ടാകാം. അപ്പൊ ഒരു ഈഗോ ഫൈറ്റിന് വേണ്ടിയിട്ട് ഒരിക്കലും ഈ ഒരു പേഴ്സൺ മുന്നിൽ നിൽക്കരുത് എന്നുള്ളതാണ്. അല്ലെങ്കിൽ ഇവര് ഇനി നിങ്ങളിലേക്ക് കോണ്ടാക്ട് ആയിട്ടോ അല്ലെങ്കിൽ ഒരു തേർഡ് പേഴ്സൺ വഴിയോ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ വരുവാണെങ്കിൽ ആ ഒരു സമയത്ത് ഒരു ഈഗോ മുന്നിൽ നിർത്തിക്കൊണ്ട് ഒരു വഴക്കിന് വേണ്ടി നിൽക്കാതിരിക്കുക. ആരാണ് ശരി, ആരാണ് തെറ്റ് എന്നൊക്കെ ഇങ്ങനെ തെളിയിക്കേണ്ട ഒരു കാര്യമില്ല. ഒരു റിലേഷൻഷിപ്പ് എന്ന് പറയുമ്പോഴത്തേക്കും അവിടെ എല്ലാവരും ശരിയാണ് എന്ന് നമുക്ക് പറയാൻ പറ്റും. രണ്ടുപേരുടെ ഭാഗത്തും ശരിയുണ്ട്, രണ്ടുപേരുടെ ഭാഗത്തും തെറ്റുണ്ട് എന്ന് നമുക്ക് പറയാൻ പറ്റും. അപ്പൊ അതുകൊണ്ട് തന്നെ അവിടെ ഒരു മത്സരത്തിന്റെ കാര്യമേ ഇല്ല. ആരാണ് ശരി, ആരാണ് തെറ്റ് എന്ന് തെളിയിക്കാനായിട്ട് ശ്രമിക്കേണ്ട ആവശ്യമേ ഇല്ല. സൈലന്റ് ആയിട്ട് ഒരു ഡിഗ്നിറ്റി പാലിക്കുക. അത് തന്നെ ഒരു സ്ട്രോങ് ആയിട്ടുള്ള ഒരു മറുപടിയാണ് ഈ ഒരു പേഴ്സണിന് വേണ്ടിയിട്ടുള്ള നിങ്ങളുടെ ഭാഗത്തുനിന്ന്. അതാണ് നിങ്ങൾ ചെയ്യേണ്ടത് എന്നാണ് യൂണിവേഴ്സ് പറയുന്നത്. പിന്നെ കംപ്ലീറ്റ്ലി നിങ്ങൾ ഈ ഒരു റിലേഷൻഷിപ്പിൽ നിന്ന് മൂവ് ഓൺ ചെയ്ത് അല്ലെങ്കിൽ ഈ ഒരു റിലേഷൻഷിപ്പ് ക്ലോസ് ചെയ്ത് പോകേണ്ട ആവശ്യമില്ല. പക്ഷെ വീണ്ടും അങ്ങനെ കംപ്ലീറ്റ്ലി നിങ്ങൾ ക്ലോസ് ചെയ്യാതെ അങ്ങനെ ജസ്റ്റ് നിങ്ങളുടെ കാര്യങ്ങൾ നോക്കി മുന്നോട്ട് പോകുക എന്നുള്ളതാണ്. വീണ്ടും ഈ ഒരു ഹർട്ട് ആകാതിരിക്കാനുള്ള, അതായത് നിങ്ങൾക്കൊരു വേദന കിട്ടാതിരിക്കാനായിട്ട് ഈ ഒരു പേഴ്സന്റെ അടുത്ത് നിന്ന് കുറച്ച് ബൗണ്ടറീസ് വെക്കുക. ഒത്തിരി അങ്ങ് അറ്റാച്ച്ഡ് ആകാതിരിക്കാനായിട്ട് ശ്രമിക്കുക. ഇമോഷൻസ് കൺട്രോൾ ചെയ്ത് എല്ലാവർക്കും ഇമോഷൻസ് ഉണ്ടാവും. നമുക്കിപ്പോൾ നമ്മൾ ഇഷ്ടപ്പെടുന്ന പേഴ്സണോട് വളരെയധികം ഇമോഷൻസ്, ഫീലിങ്സ്, എല്ലാ കാര്യങ്ങളും ഉണ്ടാകും. പക്ഷെ നമ്മളത് കൺട്രോൾ ചെയ്ത് കൈവശം പിടിക്കാനായിട്ട് ശ്രമിക്കുക എന്ന് യൂണിവേഴ്സിന്റെ ഭാഗത്ത് നിന്ന് ഗൈഡൻസ് വരുന്നുണ്ട്. പിന്നെ ഓഫ് കോഴ്സ് എല്ലാ ഗൈഡൻസിലും പറയുന്ന പോലെ തന്നെ ചേസ് ചെയ്യാതിരിക്കുക എന്നുള്ളതാണ്. റിപ്പീറ്റ് ആയിട്ട് ഇങ്ങനെ മെസ്സേജസ് അയക്കാതിരിക്കുക. അവരെ എപ്പോഴും അവരിലേക്ക് എത്തിപ്പെടാനായിട്ട് ശ്രമിക്കാതിരിക്കുക. ചിലവരൊക്കെ ആണെങ്കിൽ ഫേക്ക് അക്കൗണ്ട്സുകളൊക്കെ ഉണ്ടാക്കിയിട്ട് അതിൽ നിന്നൊക്കെ മെസ്സേജ് അയക്കും, അല്ലെങ്കിൽ അതിൽ നിന്നൊക്കെ ചെക്ക് ചെയ്യല്, ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളൊക്കെ ഒഴിവാക്കുക എന്ന് യൂണിവേഴ്സ് നമുക്കിവിടെ പറഞ്ഞു തരുന്നുണ്ട്. ഒരു സ്ലോ ആയിട്ടുള്ള എനർജിയാണ് കാണിക്കുന്നത്. അവർക്ക് സ്പേസ് കൊടുക്കുക എന്നുള്ളതാണ്. അവര് വരേണ്ട വ്യക്തികളാണ്, അല്ലെങ്കിൽ നിങ്ങളുടെ അടുത്തേക്ക് അവർ വരേണ്ട വ്യക്തികളാണ്, ഡെസ്റ്റിനിയിലുള്ള ആളുകളാണ് എങ്കിൽ തീർച്ചയായിട്ടും എത്ര നാളുകൾക്ക് ശേഷമാണെങ്കിലും അല്ലെങ്കിൽ ആരൊക്കെ അതിനിടയ്ക്ക് വന്നു പോയാലും എന്തൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടായാലും അവർ നിങ്ങളിലേക്ക് എത്തിപ്പെടേണ്ടവരാണ് എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവർ നിങ്ങളിലേക്ക് തന്നെ വരും. നിങ്ങളെ വിലമതിക്കുന്ന വ്യക്തികളാണ് ഈ ഒരു പേഴ്സൺ എങ്കിൽ ആ ഒരു പേഴ്സൺ നിങ്ങളെ ഒരിക്കലും നഷ്ടപ്പെടുത്തില്ല. അപ്പോൾ വെയിറ്റിംഗ് സമയത്ത്
നിങ്ങളെ തന്നെ നഷ്ടപ്പെടുത്താതിരിക്കാനായിട്ട് ശ്രമിക്കുക. ഇപ്പോൾ അവർ ബ്ലോക്ക് ചെയ്ത് പോയിരിക്കുകയാണ്, അപ്പോൾ ഇപ്പോൾ ഒരു വെയിറ്റിംഗ് ടൈം ആണല്ലോ, ആ ഒരു സമയത്ത് നിങ്ങൾക്ക് തന്നെ വാല്യൂ കൊടുക്കുക, സെൽഫ് റെസ്പെക്റ്റ് കൊടുക്കുക, ഗ്രോത്തുകൾ ഉണ്ടാക്കാനായിട്ട് ശ്രമിക്കുക, ഹാപ്പിനെസ് കണ്ടെത്താനായിട്ട് ശ്രമിക്കുക, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുക. ഈ ഒരു സമയത്ത് ഈ ഒരു കാര്യത്തെക്കുറിച്ച് മാത്രം ചിന്തിച്ച് ഓൾവേസ് ഇങ്ങനെ അവിടെ സ്റ്റക്കായി നിന്ന് ലൈഫ് അവിടെ നിർത്തിക്കളയാതെ നിങ്ങളെ നഷ്ടപ്പെടുത്താതെ നോക്കുക എന്നാണ് യൂണിവേഴ്സ് നമുക്ക് പറഞ്ഞു തരുന്നത്. അപ്പോൾ നിങ്ങളുടെ പവറിലേക്ക് തിരികെ പോകുക എന്നുള്ളതാണ്. അപ്പോൾ അതാണ് നമുക്കിവിടെ കിട്ടുന്ന ഗൈഡൻസുകൾ. ഓക്കെ, അപ്പോൾ ഇത്തരം കാര്യങ്ങളാണ് ഈ ഒരു റീഡിങ്ങിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിച്ചിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു റീഡിങ്ങുമായിട്ട് റിലേറ്റ് ചെയ്ത് വരുന്ന കുറച്ച് ക്ലൂസ് കൂടി നമുക്കൊന്ന് എടുത്ത് നോക്കാം. ക്ലൂസ് റിലേറ്റഡ് ടു ദിസ് റീഡിങ്. ഓക്കെ, ക്ലൂസ് റിലേറ്റഡ് ടു ദിസ് റീഡിങ്. ഓക്കെ, ഫസ്റ്റ് ക്ലൂ നമുക്ക് കിട്ടുന്നത് 2003 എന്ന് പറയുന്ന വർഷമാണ്. ഗ്രീൻ കളർ, ലെറ്റർ സി, ജാനുവരി മന്ത്, സെൽഫ് എംപ്ലോയ്, കണ്ണൂർ ജില്ല, ലൈഫ് ചേഞ്ച്, 2002, 1996, യെല്ലോ കളർ, നേച്ചർ, ഷോർട്ട് ഹെയർ, 7 days, letter T, beautiful eyes, 2004, August month, football, lawyer, number 32, number 3, crazy എന്ന് പറയുന്നൊരു ക്ലൂ നമുക്കിവിടെ കിട്ടുന്നുണ്ട്. ഈഗോ, 2 days എന്ന് പറയുന്നൊരു പോസിബിലിറ്റി നമുക്ക് വരുന്നുണ്ട്. ഫോട്ടോഗ്രാഫി, 1987, 1984, letter E, 1986, number 37, letter Z, 2 months എന്ന് പറയുന്നൊരു പോസിബിലിറ്റി കിട്ടുന്നുണ്ട്. ലോങ് ഹെയർ, സോഷ്യൽ മീഡിയ, വയനാട് ജില്ല, നമ്പർ 13, ചാരിറ്റി എന്ന് പറയുന്നൊരു ക്ലൂ കിട്ടുന്നുണ്ട്. ടെക് പരമായ കാര്യങ്ങളൊക്കെ താല്പര്യമുള്ള വ്യക്തികളാകാനുള്ള ചാൻസ് ഉണ്ട്. മോൾ ഓൺ ലെഫ്റ്റ് ചീക്സ്, ലെഫ്റ്റ് സൈഡിലെ കവിളിലും മറുകളിലെ വ്യക്തികളാകാനുള്ള ചാൻസ് ഉണ്ട്. ടീച്ചർ എന്ന് പറയുന്നൊരു ക്ലൂ കിട്ടുന്നുണ്ട്. 1 weeks എന്ന് പറയുന്ന പോസിബിലിറ്റി നമുക്കിവിടെ കിട്ടുന്നുണ്ട്. പോലീസ് എന്ന് പറയുന്ന ക്ലൂ കിട്ടുന്നുണ്ട്. ബ്ലാക്ക് കളർ, ഗാർഡനിങ്, മെയ് മന്ത്. അപ്പോൾ ഇത്തരം ക്ലൂസ് ആണ് ഈ റീഡിങ്ങുമായിട്ട് റിലേറ്റ് ചെയ്ത് നമുക്കിവിടെ കിട്ടിയിട്ടുള്ളത്.